ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോൺഫ്ലവർ കൊണ്ട് ഹൽവ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി ഞാൻ ഒരു ഗ്ലാസ് കോൺഫ്ലവർ പൗഡറാണ് എടുക്കുന്നത്. ഏതിൽ വേണമെങ്കിലും നമുക്ക് അളന്നെടുക്കാവുന്നതാണ്. ഏതിലാണോ അളന്നെടുത്തത് അതിന്റെ 2 മടങ്ങ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഇതേപോലെ വെള്ളം നന്നായി ഒഴിച്ച് കലക്കി എടുക്കുക. ഇനി ഒരു അടി കട്ടിയുള്ള പാൻ അടുപ്പത്തോട്ട് വെച്ച് ഏത് ഗ്ലാസ്സിലാണോ പൗഡർ എടുത്തത് അതിന്റെ 2 മടങ്ങ് പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര എടുത്ത അതേ അളവിൽ തന്നെ വെള്ളം എടുക്കുക. ഈ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. നൂൽ പരുവത്തിലൊന്നും ആകാതെ ഇതൊന്ന് പഞ്ചസാര നല്ല രീതിയിൽ തന്നെ അലിഞ്ഞു കിട്ടിയാൽ മതി. നല്ല രീതിയിൽ തന്നെ ഇന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ വെള്ളത്തിൽ അലിയിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒപ്പം കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ സമയമാകുമ്പോഴാണ് ഇതിലേക്ക് ആ മാവ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ആദ്യമേ ഇളക്കി വെച്ചതാണെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ അടി കട്ടി പിടിക്കും. അപ്പൊ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി 1/4 ടീസ്പൂണോളം കളർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ റെഡ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി 1 സ്പൂൺ നെയ്യോളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. കൈ വിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഹൽവ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ വീടുകളിൽ പെട്ടെന്ന് തന്നെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള സ്വീറ്റ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അടിപൊളിയായിട്ടുള്ള രുചിയിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഐറ്റം തന്നെയാണ് കോൺഫ്ലവർ, നെയ്യ്, പഞ്ചസാര എന്നിവയൊക്കെ. അപ്പൊ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തപ്പോൾ ഈ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അല്പം ഏലക്ക പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. കാരണം കോൺഫ്ലവറിന്റെ പൗഡറിന് ഒരു പ്രത്യേക സ്മെല്ലാണ് ഉണ്ടാവുക. അതൊന്ന് മാറിക്കിട്ടാനായിട്ട് ഞാനിവിടെ ഏലക്ക പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ നിലക്കടലയും ബദാം ഒരു 10 എണ്ണവും എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അണ്ടിപ്പരിപ്പാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഈ സമയത്തും കൂടി കുറച്ചുകൂടി നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് ഈ ഹൽവ വിട്ട് പോരത്തക്ക വിധമാണ് നമ്മൾ ഇത് ഇളക്കി കൊടുക്കേണ്ടത്. നല്ലതുപോലെ തന്നെ ഇത് ഇളക്കണം. അതാണ് ഹൽവയുടെ ഒരു പ്രത്യേക രുചി കൂട്ടാനായിട്ടുള്ള പ്രത്യേക ടിപ്സ്. ഇപ്പൊ കണ്ടോ, കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ ഹൽവ കാണാനായിട്ട്. അപ്പൊ കളർ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കളർ കുറച്ച് കുറവാണെങ്കിലും ഹൽവ കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. അതിനായി അല്പം കൂടി കളർ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു മണവും കിട്ടുന്നുണ്ട് കേട്ടോ. കാണാൻ മാത്രമല്ല നല്ലൊരു ഫ്ലേവർ കൂടിയാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഈ സമയമാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടി വെക്കാം. ഏത് പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്പം നെയ്യ് പുരട്ടിയാൽ മതി. ഏത് ഷേപ്പ് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ആ പാത്രത്തിലേക്ക് ഈ ഹൽവ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം. ചൂടോടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കേണ്ടതാണ്. ഒന്ന് ഇതേപോലെയെല്ലാം ഒതുക്കി കൊടുക്കുക. ഒരു 3 മണിക്കൂറെങ്കിലും ഇത് സെറ്റായാൽ മാത്രമേ നമുക്ക്
കറക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ. അത് കാരണം 3 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് 3 മണിക്കൂറിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഏകദേശം 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഹൽവ അടിപൊളിയായിട്ട് തന്നെ പ്ലേറ്റിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട്. കണ്ടോ, കാണാനും എന്ത് ഭംഗിയാണല്ലേ. അതേപോലെ കഴിച്ചപ്പോഴും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ കിട്ടിയത്. അടിപൊളിയായിരുന്നു ഇത്. ആ ഏലക്കയുടെ ഫ്ലേവറും അതേപോലെ തന്നെ നിലക്കടലയുടെ ആ ഫ്ലേവർ എല്ലാം കൂടി ചേർന്നപ്പോൾ അടിപൊളിയായിട്ടു കഴിക്കാനായിട്ട്. ഇതേപോലെ നമുക്ക് പാകത്തിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കുഞ്ഞു മക്കൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ വീട്ടിലൊന്ന് ഇതൊന്ന് തയ്യാറാക്കി നോക്കി ഇതിന്റെ ഫീഡ്ബാക്കുകളൊന്ന് കമന്റുകളായി അറിയിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെങ്കിലും മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പൊ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കുറെ പേർ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളൊന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.